സർ, ഗ്ലൂട്ടാത്തിയോൺ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വെളുക്കുമോ? കുറച്ചുകൂടെ വെളുക്കുമെന്നാണോ? പലതരത്തിൽ വെളുക്കാമല്ലോ, കുടുംബം വെളുക്കുക. എനിവേ, ഗ്ലൂട്ടാത്തൈൻ ബേസിക് ആയിട്ട് നോക്കിയാൽ പല ആൾക്കാരുടെ ധാരണ വെളുക്കാനുള്ളൊരു പ്രോഡക്റ്റായിട്ടാണ് പലരും പറയുന്നത്. വെളുക്കുക, ബ്രൈറ്റനിങ് എന്നാണ് കൂടുതൽ പറയുന്നത്. ശരിക്കും ഗ്ലൂട്ടാത്തൈൻ നമ്മുടെ ശരീരം ഉണ്ടാക്കുന്നതാണ്. എവറി ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. കാരണം നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേഷൻ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു ആപ്പിൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രൗൺ ആകുന്നത് ഓക്സിഡേഷനാണ്. അപ്പോൾ ഓക്സിജൻ എവിടെ ടച്ച് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഓക്സിഡൈസ്ഡ് ആവും. അപ്പോൾ നമ്മുടെ ശരീരത്തിലും ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. പല ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്ലൂട്ടാത്തൈൻ. അപ്പോൾ ഈ ഗ്ലൂട്ടാത്തൈൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുണ്ടോ എന്നുള്ളത് നമ്പർ 1 ക്വസ്റ്റ്യൻ. ഇന്നത്തെ അത് കൂടുതൽ നമുക്കറിയാം. നമ്മുടെ ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡർ പോലെ. ഈ ആൻറ്റി ഓക്സിഡൻ്റ് കാര്യം വന്നു കഴിഞ്ഞാൽ ഒരു ട്രേഡറെ പോലെ അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് തരും. അപ്പോൾ നമ്മൾ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ഫുഡ് കഴിച്ചാൽ മാത്രമേ ശരീരം ആൻറ്റി ഓക്സിഡൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. മനസ്സിലായില്ല? അല്ല ചുമ്മാ ഇതൊന്നും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീപ്പ് കളേഴ്സ് ഉള്ള ഫുഡ്. എന്ത് ഫ്രൂട്ട് ആവാം, ബീൻസ് ആവാം, ലൈക്ക് കോഫി ബീൻ ഒരു റിച്ച് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അല്ലെങ്കിൽ ബെറീസ്, ഇതൊക്കെ റിച്ച് ആൻറ്റി ഓക്സിഡൻറ്റ്. പക്ഷേ നമ്മുടെ ഭക്ഷണക്രമത്തിൽ നിന്ന് ബെറീസൊക്കെ എന്തുമാത്രം ഉണ്ട്? വളരെ കുറവാണ്. വെജിറ്റബിൾ തന്നെ കുറവാണ്. സോ നാച്ചുറലായിട്ട് നമ്മുടെ ആൻറ്റി ഓക്സിഡൻറ്റ് ഇൻടേക്ക് കുറയും. അപ്പോൾ നോർമലി ഗ്ലൂട്ടാത്തൈൻ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ നമുക്ക് ഗ്ലൂട്ടാത്തൈൻ നമുക്ക് പുറത്തുനിന്ന് എക്സ്റ്റേണലായിട്ട് കൊടുക്കാൻ പറ്റും. അതിൽ ചിലർ ടാബ്ലറ്റ് ആയിട്ട് കഴിക്കുന്നുണ്ട്, അതിന് അബ്സോർപ്ഷൻ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് IV ആയിട്ട് കൊടുക്കുക. IV ആയിട്ട് കൊടുക്കുമ്പോൾ ഇത് ആക്ച്വലി ആൻറ്റി ഓക്സിഡൻസിൻ്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയാണ് കൊടുക്കുന്നത് ശരിക്കും. നോർമലി നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ലൈക്ക് ലിവർ പോലുള്ള ഓർഗൻസിൻ്റെ ഫങ്ഷൻസിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ ഫാറ്റി ലിവർ പോലുള്ള കേസിൽ ഗ്ലൂട്ടാത്തൈൻ വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഈ ഗ്ലൂട്ടാത്തൈൻ ഉണ്ടാക്കുന്ന ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് മെലാനിൻ പ്രൊഡക്ഷൻ കുറയുന്നതുകൊണ്ട് ഒരു ബ്രൈറ്റനിങ് നമുക്ക് തോന്നിക്കും. അതായത് നമ്മുടെ ഈ ബ്രൗൺ സ്കിന്നിൽ നമ്മുടെ കളറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാനിൻ്റെ കണ്ടന്റ് ഈ ഗ്ലൂട്ടാത്തൈൻ ചെല്ലുമ്പോഴത്തേക്ക് കുറയും. അതുകൊണ്ടാണ് നമ്മുടെ കളർ മാറുന്നത്. അതുകൊണ്ട് ഒരു ബ്രൈറ്റൻഡ് ആയിട്ട് ഫീൽ ചെയ്യും. വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ബ്രൈറ്റൻഡ് ആയിട്ട് ഫീൽ ചെയ്യും. ചിലപ്പോൾ നമ്മളുടെ കുറച്ച് ലൈൻസ് ഒക്കെ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ആണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ ഗുഡ് സൈഡ് എഫക്റ്റ്. അപ്പോൾ അതുകൊണ്ട് ദോഷകരമായിട്ടുള്ള ഒന്നും സംഭവിക്കുന്നില്ല. ഈ അടുത്ത ഇടയ്ക്ക് ബോംബെയിലൊരു മോഡൽ റെഗുലറായിട്ട് ഇതുപോലെ ഗ്ലൂട്ടാത്തിയോൺ IV എടുത്തിട്ട് അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞല്ലോ, ഈ വൺ മാൻസ് ഫുഡ് ഈസ് അനദർ മാൻസ് പോയ്സൺ. ഇപ്പോൾ ഒരാൾക്ക് ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത് കൊണ്ട് വേറൊരാൾക്ക് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പം ഇത് ബേസിക്കായിട്ട് നമ്മുടെ ജനറ്റിക് പ്രൊഫൈലിലും നമ്മുടെ മെറ്റബോളിക് പ്രൊഫൈലും നോക്കിയ ശേഷം വേണം എന്ത് എക്സെപ്ഷണലായിട്ട് ചെയ്യുമ്പോഴും. അല്ലാതെ നമ്മൾ എന്നാൽ പോയി മുഖം വെളുപ്പിച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സെൻറ്ററിൽ പോവുക, ഗ്ലൂട്ടാത്തൈൻ IV കിട്ടുമെന്ന് ചോദിക്കുക, ഇവിടെ എത്ര വില, ആ ഒരു പ്രോസസ്സ് തെറ്റാണ്. ബേസിക്കലി ഇതറിയാവുന്ന ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ഞാനെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള എക്സെപ്ഷണൽ ആയിട്ടുള്ള എന്ത് ഇൻ്റർവെൻഷന് പോയാലും, അത് ഈവൻ ഫിറ്റ്നസ് സെൻറ്ററിൽ പോയിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മളൊരു ഫുഡ് പാറ്റേൺ എടുക്കുകയാണെങ്കിൽ പോലും, ഒരു പുതിയൊരു ഫുഡ് പാറ്റേണിലേക്ക് മാറുകയാണെങ്കിലും യു ഷുഡ് നോ നിങ്ങളുടെ ജനറ്റിക് പ്രൊഫൈലിന് സ്യൂട്ട് ചെയ്യുന്നുണ്ടോ. ഇപ്പം ഞങ്ങൾ ഈ എപ്ലിമോയിലൂടെ 10,000 കണക്കിന് ആൾക്കാരെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാവുന്ന ഒത്തിരി ആൾക്കാരിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫാറ്റ് മെറ്റബോളിസം. അതായത് നമ്മൾ കഴിക്കുന്ന ഫാറ്റിനെ മെറ്റബോളൈസ് ചെയ്തിട്ട് ശരീരത്തിന് എടുക്കണമല്ലോ, അതിന് ഉത്തരവാദിത്തപ്പെട്ട ജീനുകളുണ്ട് നമ്മുടെ ശരീരത്തിൽ. അത് ഇമ്പയർഡ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇമ്പയർഡ് ഫാറ്റ് മെറ്റബോളിസം എന്ന് പറയും. അങ്ങനെയുള്ള ജീനുകളുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഹൈ ഫാറ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേറെ പല മാരകമായുള്ള അസുഖങ്ങളിലേക്ക് ഇത് മാറും. അപ്പോൾ കീറ്റോ ഡയറ്റ് നല്ലതാണോ? ചില ആൾക്കാർക്ക് ഫലമില്ല, ഉണ്ട്. ചില ആൾക്കാർ അതുകൊണ്ട് പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല, തീർച്ചയായിട്ടും പോകുന്നുണ്ട്. പക്ഷെ ആദ്യം ചെയ്യേണ്ടത് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുക, നമ്മളെ ഡീകോഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് ഗ്ലൂട്ടാത്തൈൻ ആണെങ്കിലും കീറ്റോ ഡയറ്റ് ആണെങ്കിലും ഒക്കെ വെനെവർ യു ആർ ഗെറ്റിംഗ് ഇൻ ടു ഒരു സ്പെഷ്യലൈസ്ഡ് പ്രോട്ടോക്കോളിലേക്ക് കയറുമ്പോൾ നമ്മളുടെ ജനറ്റിക് പ്രൊഫൈലും മെറ്റബോളിക് പ്രൊഫൈലും അറിഞ്ഞിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ IV ആയിട്ട് നമുക്ക് എടുക്കാതെ നമുക്ക് നാച്ചുറൽ ഫുഡ് ഉണ്ടല്ലോ, നമ്മൾ എന്നും കഴിക്കുന്ന ഫുഡ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്ലൂട്ടാത്തിയോൺ കിട്ടുന്ന നാച്ചുറലി കിട്ടുന്ന എന്തെങ്കിലും ഫുഡുണ്ടോ? ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ഫുഡ്സാണ് അതിനകത്ത് റെക്കമെൻഡ് ചെയ്യുന്നത്. ബെറീസ്, അതേപോലെ തന്നെ സൾഫർഫൈൻ എന്ന് പറയുന്ന കണ്ടൻറ്റുള്ള ഫുഡ്. സൾഫർഫൈൻ എന്ന് പറയുമ്പം ഈ ബ്രക്കോളിയൊക്കെ സൾഫർഫൈൻ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന ഗ്ലൂട്ടാത്തൈൻ ലെവൽസ് കൂട്ടാനായിട്ട് ഉപകരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇഞ്ചക്ട് ചെയ്യുകയാണെങ്കിൽ, IV എടുക്കുകയാണെങ്കിൽ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയല്ലേ? അതൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് അയാൾക്ക് വരത്തില്ലേ?
അത് കുറച്ച് ദിവസത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ, അല്ല ഇത് പെർമനന്റ് ആയിട്ട് മെലാനിനെ കട്ട് ചെയ്യൊന്നുമില്ല. അല്ല, അപ്പൊ ഈ ബ്രൈറ്റൻഡ് ആകുന്നത് ഈ മെലാനിന്റെ പ്രൊഡക്ഷൻ കുറയുന്നോണ്ടല്ലേ? അത് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തണ്ടേ ഈ മെലാനിന്റെ പ്രൊഡക്ഷൻ അപ്പോൾ കുറഞ്ഞ? ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ സപ്ലിമെന്റ്സ് എടുത്തു. ഇപ്പം സെലിബ്രിറ്റീസ് പലരും എല്ലാം ഇടയ്ക്കിടയ്ക്ക് IV ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അതുകൊണ്ട് ദോഷമൊന്നും ഇന്നുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നുവരെ യാതൊരു മെഡിക്കൽ സ്റ്റഡീസിലും ഇതിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള സൈഡ് എഫക്റ്റ് ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അല്ല, ഇത് ഈ പറഞ്ഞ ഇഞ്ചക്ഷൻ എടുക്കാതെ കാപ്പിയും ബെറീസും കഴിച്ചാലും ബ്രൈറ്റൻഡ് ആകുമെന്നാണ്. കുറച്ചുകൂടി എളുപ്പമായിരിക്കും, കുറച്ച് നമുക്ക് ആൾക്കാർക്ക് വേണ്ടത് ഷോർട്ട് കട്ട് അല്ലേ. ഇപ്പൊ ഈ നല്ല ഡാർക്ക് സ്കിൻ ഉള്ള ഒരാള് അയാൾക്ക് ഈ ഗ്ലൂട്ടാത്തിയോൺ എടുത്തു കഴിഞ്ഞാൽ നല്ല വെളുക്കുക എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങളുടെ സെന്ററിലും ഈ ഗ്ലൂട്ടാത്തയോൺ ചെയ്യുന്നുണ്ട്. വെളുക്കുക എന്നുള്ളതിനേക്കാളും ബ്രൈറ്റൻഡ് ആകുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും കാണാറുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഫേസിൽ വരുന്ന ഒരു ഡൾനെസ് മാറിയിട്ട് അത് കുറച്ചുകൂടി ബ്രൈറ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. അതാണ് നമ്മൾ കാണുന്ന ഒരു ഡിഫറൻസ്. അല്ലാതെ വെളുക്കാൻ അപ്പം ഒരു റെമഡി ഇല്ല. അവിടെ വെളുത്ത ആൾക്കാരൊക്കെ കറക്കാനായിട്ട് എങ്ങനെ പറ്റുമെന്ന് നോക്കി